സ്കൂളിൽ ഒരുമിച്ച്, പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച്, പ്രവാസികളായതും ഒപ്പം, പിന്നെ ജോലിയും ഒരേ സ്ഥാപനത്തിൽ. ഇപ്പോൾ വിരമിച്ചതും ഒരേ ദിവസം. സുഹൃത്തുക്കളായ വാണിയംകുളം മാതന്നൂർ പച്ചയിൽ വീട്ടിൽ രാജനും 16 പതിയിൽ രാമചന്ദ്രനും ജീവിതത്തിൽ സമാനതകളേറെയാണ്. രണ്ടുപേരും മാതന്നൂർ AUP സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദമാണ്. ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇപ്പോൾ KSRTC കണ്ടക്ടറും ഇൻസ്പെക്ടറുമായി വിരമിച്ചതും ഒരേ ദിവസമെന്ന അപൂർവതയാണ് ഈ സുഹൃത്തുക്കൾക്കിടയിൽ. രണ്ടുപേരും മാതന്നൂർ AUP സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദമാണ്. പിന്നീട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ മാറിയെങ്കിലും കോളേജ് കാലഘട്ടത്തിൽ അവർ വീണ്ടും ഒന്നിച്ചു. ഇതിനൊപ്പം വായനശാല പ്രവർത്തനം കൂടിയായപ്പോൾ സൗഹൃദം ആഴത്തിലായി. പിന്നീട് രണ്ടുപേരും പാരലൽ കോളേജ് അധ്യാപകരായി. ഒപ്പം വായനശാലയ്ക്ക് സമീപം പ്രദേശത്തെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുക്കുന്നതും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. കേരളോത്സവങ്ങളിലും സാക്ഷരതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇവർ ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. 1973 ജൂൺ 1-ാം തീയതി അമ്മയുടെ കയ്യും പിടിച്ച് ഈ സ്കൂളിലേക്ക് വരുന്ന രണ്ട് ചെറിയ കുരുന്നുകൾ ഒരു കാലത്ത് നീണ്ട 51 വർഷക്കാലം ഈ സുഹൃത്ത് ബന്ധം കൊണ്ടുപോകാൻ കഴിയുമെന്ന് അന്നൊരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൈപിടിച്ച് ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിൽ സ്കൂളിനോടുള്ള ഭയം, ബഹുമാനം, ടീച്ചർമാരോടുള്ള പേടി, ഇതെല്ലാം ഞങ്ങൾക്ക് മാറ്റിത്തന്നത് ഞങ്ങളെ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമയാക്കി തന്ന ഞങ്ങളുടെ സ്കൂളാണിത്, മാതന്നൂർ AUP സ്കൂൾ. ഇതിനിടയിൽ ഇവരുൾപ്പെട്ട 5 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ദിവസം പാസ്പോർട്ട് എടുക്കുകയായിരുന്നു. രാജനാണ് ആദ്യം വിദേശത്ത് പോയത്. പിന്നീട് രാമചന്ദ്രനും വിദേശത്തേക്ക് പോയി. ഇതിനിടെ രാമചന്ദ്രൻ KSRTCയിൽ PSC പരീക്ഷയും എഴുതിയിരുന്നു. സർക്കാർ ജോലി രാമചന്ദ്രന് ലഭിച്ചതോടെ വിദേശത്തെ ജോലി ഉപേക്ഷിച്ചു. ഇതിനിടെ രാജനും അവധിക്ക് വന്ന സമയം KSRTCയിൽ കണ്ടക്ടർ പരീക്ഷ എഴുതിയിരുന്നു. തുടർന്ന് ജോലി ലഭിച്ചതോടെ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് രാജനും നാട്ടിലെത്തി. ഇരുവരും പാലക്കാട് ഡിപ്പോയിലെ തന്നെ വർഷങ്ങളോളം കണ്ടക്ടർമാരായി ഒരുമിച്ച് ജോലി ചെയ്തു. രാജൻ ദീർഘദൂര സർവീസുകളിലാണ് കൂടുതലായി ജോലി ചെയ്തത്. രാമചന്ദ്രൻ ഓർഡിനറി സർവീസുകളിലാണ് ജോലി ചെയ്തത്. എങ്കിലും ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നേരിട്ടു കാണാൻ ശ്രമിച്ചിരുന്നു. രാജൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും രാമചന്ദ്രൻ KSRTCയിൽ ജോലി ലഭ്യമായതോടെയും രണ്ടുപേരും ജീവിത പങ്കാളികളെ കണ്ടെത്തി. രണ്ടുപേർക്കും ആദ്യത്തെ കുട്ടികൾ പെൺകുട്ടികളും രണ്ടാമത് ആൺകുട്ടിയുമാണുണ്ടായതെന്നതും കൗതുകം. ആദ്യത്തെ കുട്ടികളും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചു എന്നതും അപൂർവമായി. ഒരേ ദിവസം തന്നെ ജോലിയിൽ നിന്ന് വിരമിക്കാനായതിലും സന്തോഷത്തിലാണ് ഈ സുഹൃത്തുക്കൾ. പരസ്പരം അസൂയയില്ലെങ്കിൽ ഏത് സുഹൃത്ത് ബന്ധവും ദൃഢമാകുമെന്നാണ് ഇരുവരും പറയുന്നത്. എന്തൊരു കാര്യം ഉണ്ടായാലും നാട്ടിലെ ഏത് പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുകയാണെങ്കിലും ഞങ്ങൾ ചിന്തിക്കുന്നത് ഏകദേശം അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിന് ഞങ്ങൾക്കൊരു ഐഡിയ, മിക്കവാറും ആ ഐഡിയകൾ ഒരു സാമ്യതയുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം വളരെയധികം ഇത്രയും കാലം നിലനിൽക്കാൻ കാരണം ഒരുപക്ഷെ നമ്മൾ തമ്മില് തെറ്റിയിട്ടെന്നില്ല, എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞ് ഒന്ന് വിരല് ചൂണ്ടേണ്ട ഒരു വാക്തർക്കം ഉണ്ടാവുകയും ഒന്ന് പരസ്പരം വിരല് ചൂണ്ടുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സുഹൃത്തുബന്ധത്തിന്റെ പ്രത്യേകത. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അന്നൊന്നും അത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതിന്റെ ആ കാരണങ്ങളും ഇതൊക്കെ നമുക്ക് അറിയുന്നത്. അന്ന് ഇതൊന്നും അറിയില്ല. രണ്ട് കൂട്ടുകാര് പോകുമ്പോ പന്ത് കളിക്കാൻ പോകാൻ വൈകുന്നേരം ഒന്നെങ്കിൽ വരും, വിളിക്കും, വരുന്നില്ലേ എന്നാ പോവുക, ആ രൂപത്തിൽ തന്നെയായിരുന്നു. പക്ഷെ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കാം. രണ്ടുപേരും ഇടത്തരം ഫാമിലിയിൽ ജനിച്ച് വളർന്നു വന്നവരാണ്. അത്ര സാമ്പത്തികമായി ഭദ്രതയുള്ള ഫാമിലിയൊന്നും ആയിരുന്നില്ല. ഒരേപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങള് നേരത്തെ പറയണ്ടായി. ഞങ്ങള് ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് 5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും, 5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കും. അങ്ങനെയുള്ള നടന്നു പോകുമ്പോ ഉണ്ടായുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം, ഓരോ കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന, കാരണം പല കാര്യങ്ങളും നാട്ടിലുള്ള പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂർ നടക്കണം മെയിൻ റോഡിലെത്തണമെങ്കിൽ. അവിടെ എത്തുന്നവരെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നാട്ടിലെ പല പ്രശ്നങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഭിപ്രായ ഏകീകരണം, അതായിരിക്കാം ഒരു പക്ഷെ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള കാരണമെന്ന് വിചാരിക്കുന്നു. PS രാജന്റെ ഭാര്യ ഹേമലത തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഉദ്യോഗസ്ഥയാണ്. PN രാമചന്ദ്രന്റെ ഭാര്യ ശ്രീദേവി തൃത്താല ആരോഗ്യ വകുപ്പിൽ ഉദ്യോഗസ്ഥയാണ്. CCN
ഒറ്റപ്പാലം.